ഇനി നമുക്ക് ഒരു കൊഞ്ച് തീയൽ റെഡിയാക്കാം. എന്നിട്ട് കൊഞ്ച് പൊളിക്കണം. കൊഞ്ച് പൊളിക്കുന്നത് കുറച്ച് ഏറെ നേരത്തെ ജോലിയാണ്. പൊളിച്ചു, അതിനകത്തേക്ക് കുടംപുളി 2-3 അല്ലി കുതിർത്തത് കഴുകിയിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു വേവിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങ, വറ്റൽമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, 2-3 ചെറിയ ഉള്ളിയെല്ലാം ഇട്ട് വറുത്തെടുക്കണം. കൂട്ടത്തിൽ നമ്മൾ ചെറിയ ഉള്ളി ഒരു 10-25 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അത് നല്ലതായിട്ട് വഴണ്ട് പച്ചമുളകുമായിട്ട് വഴണ്ട് വരുമ്പോൾ തക്കാളി എല്ലാം ഇട്ട് നല്ലതായിട്ട് എണ്ണ തെളിയുന്ന പോലെ വരട്ടണം. ഈ വരട്ടുന്നതും എണ്ണ തെളിയുന്നതും എല്ലാം കറിയുടെ ടേസ്റ്റാണ്. അപ്പോൾ നല്ലതായിട്ട് എണ്ണ വഴണ്ട് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച മിശ്രിതം ഉണ്ടല്ലോ, തേങ്ങ വറുത്ത്, പെരിഞ്ജീരകം, വേണമെങ്കിൽ ഒരു പട്ട, ഒരു ഗ്രാമ്പ്, ഇച്ചിരി അത്യാവശ്യം പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങളിട്ട് അരച്ചതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ തെളിയുന്ന അരപ്പ് വേണം ഇടാൻ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റേ പോകും. അപ്പോൾ ആ അരപ്പ് മൊത്തം നമ്മൾ എണ്ണ തെളിഞ്ഞ പരുവത്തിന് അടിച്ച് ഇതിലിട്ടിട്ട് പിന്നെ ബാലൻസ് ഉള്ളത് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ജാറ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ച് അതുകൂടി ഇതിനകത്തോട്ട് ഇടും. അപ്പോൾ വറുത്തരച്ചതിനകത്ത് തേങ്ങ, ആവശ്യത്തിന് വറ്റൽമുളക്, ഇത്രയും സാധനങ്ങളാണ് ചേർക്കേണ്ടത്. പെരിഞ്ജീരകം എല്ലാം മൂത്ത് വരുമ്പോഴാണ് പെരിഞ്ജീരകം ഏറെ ചേർത്ത്, ഒരു ഗ്രാമ്പു, ഒരു കൊട്ട എല്ലാം ചേർത്ത്. അപ്പോൾ നമ്മൾ അതെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. കൊഞ്ച് ചേർത്ത് നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പും ആവശ്യത്തിനെല്ലാം നോക്കി വാങ്ങാവുന്നതാണ്. നല്ലതായിട്ട് കുറുകനെ തിളച്ച് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ കൊഞ്ച് തീയൽ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടം എല്ലാം ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.